വെൽക്കം എവറി വൺ. ഇന്നത്തെ ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ ബേസിക്സ് ആയിട്ട് വരുന്ന കുറച്ച് ഇക്വേഷൻസ് മാത്രമാണ് ഇതിനകത്ത് ചെക്ക് ചെയ്ത് പോകുന്നത്. അതായത് സിലിണ്ടറിക്കൽ, കാർട്ടീഷ്യൻ, റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ്, ഗ്രേഡിയൻ, ഡൈവർജൻസ്, കർൾ, സിമിലർലി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലോസിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് എല്ലാം. ഇതെല്ലാം തന്നെയും ലാസ്റ്റ് ദിവസം, അതായത് എക്സാമിനേഷൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരെണ്ണമാണ്. ഇത് ബേസിക്കലി ഈ ഇക്വേഷൻസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിരിക്കുന്നത്. ഫസ്റ്റ് വൺ, നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലെ ഡിഫറൻഷ്യൽ ലെൻസ് നമുക്ക് നോക്കാം. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലെ ഡിഫറൻഷ്യൽ ലെന്ത് വരുന്നത് DR, റൈറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. DR, R, D5, DZ. ഇത് കറക്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റഗ്രേഷൻ ചെയ്യുന്ന ടൈമിലും സിമിലർലി സർഫസ് ഏരിയ DS ഒക്കെ എടുക്കുന്ന ടൈമിലും ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ DR, R, D5 ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഐഡിയ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ വെക്റ്റർ ലെൻസ് അറിയണം. അത് DR, R, D5 സിമിലർലി DZ ആയിരിക്കും. അത് വെക്ടറിൻ്റെ ഫോമിൽ എഴുതുന്നെങ്കിൽ DR AR പ്ലസ് R D5 A5 പ്ലസ് DZ AZ ആയിരിക്കും. ദാറ്റ് ഈസ് റൈറ്റ്, ദിസ് ഈ ഫോമിലായിരിക്കും അത് വന്നു പോകുന്നത്. ഡിഫറൻഷ്യൽ വോളിയം ആകുമ്പോൾ ഇത് മൂന്നെണ്ണം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ദാറ്റ് ഈസ് R DR D5 DZ ആയിരിക്കും. നെക്സ്റ്റ്, ഇത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് കാർട്ടീഷ്യൻ കോർഡിനേറ്റായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാണ് XY Z ഉള്ളത്. സോ എക്സ് ഈക്വൽ ടു R cos phi, Y ഈക്വൽ ടു R sin phi ആൻഡ് Z ഈക്വൽ ടു Z ആയിട്ട് തന്നെയാണ് റിലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചും എഴുതാം. അതായത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്, ഇതിൽ നിന്ന് ഇങ്ങനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് തന്നിട്ട് നിങ്ങളുടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാം സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് R phi Z ആണ്. ആ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ജനറേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷനാണ് നെക്സ്റ്റ് എഴുതുന്നത്. R ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. സിമിലർലി ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് Y ബൈ എക്സ് ആണ്. സിമിലർലി Z ഈക്വൽ ടു Z. നെക്സ്റ്റ് സ്പിറിക്കൽ കോർഡിനേറ്റ്സ് ആണ്. സ്പിറിക്കലിലെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് R, തീറ്റ ആൻഡ് ഫൈ ആണ്. അതിൻ്റെ ഡിഫറൻഷ്യൽ എലമെൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ DR, R D തീറ്റ, R സൈൻ തീറ്റ D5, റൈറ്റ്. ഇതും ഓർത്തിരിക്കേണ്ടതാണ്. ഇത് അറിയാവുന്നുണ്ട് നിങ്ങൾക്ക് കറസ്പോണ്ടിങ് വോളിയം ഇൻറ്റഗ്രേഷൻ ചെയ്യുന്ന കേസുകൾ, സർഫസ് ഇൻറ്റഗ്രേഷൻ ചെയ്യുന്ന ടൈമിൽ അപ്പം ഇതിൽ ഏതെങ്കിലും രണ്ടിൻ്റെയോ അല്ലെങ്കിൽ രണ്ട് ടേംസിൻ്റെയോ മൂന്ന് ടേംസിൻ്റെയോ മൾട്ടിപ്ലിക്കേഷനായിട്ടാണ് ബേസിക്കലി അതിൽ വരുന്നത്. എഗെയിൻ നേരത്തെ എഴുതിയ പോലെ യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ഫോമിൽ നമ്മളിത് ഡിനോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ DR AR പ്ലസ് R D തീറ്റ A തീറ്റ പ്ലസ് R സൈൻ തീറ്റ D5 A5, റൈറ്റ്. സോ ഈ ഡിഫറൻഷ്യൽ ലെൻസിൽ നിന്ന് നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ ലെന്ത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഡിഫറൻഷ്യൽ എലമെൻറ്റ്സിൽ നിന്ന് DL കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സ്ക്വയർ റൂട്ട് ഓഫ് ഇതിൽ ഓരോ ടൈമിൻ്റെ സ്ക്വയർ എടുത്ത് സമ്മപ്പ് ചെയ്താൽ മതി. സിമിലർലി DV ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ മൂന്ന് ടേമുകളുടെയും മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുള്ള കാര്യവും നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ്, ഈ സ്പിറിക്കൽ കോർഡിനേറ്റ്സിനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നാണ് നെക്സ്റ്റ് ചെക്ക് ചെയ്യുന്നത്. അതായത് സ്പിറിക്കിൽ തന്നിരിക്കും, നമുക്ക് കാർട്ടീഷ്യൻ്റെ ഫോമിൽ എഴുതണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ഇതാണ്. എക്സ് ഈക്വൽ ടു R സൈൻ തീറ്റ cos phi, Y equal to R sin theta sin phi. Similarly, Z equal to R cos theta. ഇത് എങ്ങനെ ഒപ്റ്റൈൻ ചെയ്യുന്നു, ഇത് എങ്ങനെ എളുപ്പം ചെയ്യാമെന്നുള്ളതെല്ലാം തന്നെ എൻ്റെ മുമ്പിലുള്ള ട്യൂട്ടോറിയൽസിനകത്ത് കംപ്ലീറ്റ് കവർ ചെയ്ത് പോയിട്ടുള്ളതാണ്. സോ ഇത് അഞ്ചാമത്തെ എക്സ്പ്രഷനായിരുന്നു. ആറാമത് XYZ വന്നു കഴിഞ്ഞാൽ തിരിച്ച് സ്പിറിക്കലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതാണ്. R ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് Z സ്ക്വയർ ആണ്. സിമിലർലി തീറ്റ, നെക്സ്റ്റ് വരുന്ന തീറ്റ ആയിരുന്നു. തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് Z ബൈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന R ആണ്, റൈറ്റ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന R. സിമിലർലി ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് Y ബൈ എക്സ്. നെക്സ്റ്റ് നമുക്ക് കാർട്ടീഷ്യൻ ടു സിലിണ്ടറിക്കൽ എങ്ങനെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. കാർട്ടീഷ്യൻ ടു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വരയ്ക്കുന്നത് പോലെ ഒരു മാട്രിക്സ് ഫസ്റ്റ് ഓഫ് ഓൾ കൺസ്ട്രക്ട് ചെയ്യണം. സോ ഇതിൻ്റെ Y ആക്സിസിലായിട്ടുള്ളടത്ത് ഞാൻ AX AY AZ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എഴുതുന്നു. സിമിലർലി ഹൊറിസോണ്ടൽ ആക്സിസിൽ ഞാൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് എഴുതുകയാണ് AR A5 AZ. ഇത് യൂണിറ്റ് വെക്ടേഴ്സാണ് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് എൻ്റർ ചെയ്യേണ്ടത് ഈ ഫോർമാറ്റിലാണ്. കോസ് ഫൈ ഡയഗണൽ എലമെൻറ്റ്സ് കംപ്ലീറ്റ്ലി ഫസ്റ്റ് ഓഫ് ഓൾ കോസ് ഫൈ എൻ്റർ ചെയ്യണം. കോസ് ഫൈ 1. ലാസ്റ്റ് ഡയഗണൽ എലമെൻറ്റ് മാത്രം 1 എൻ്റർ ചെയ്യണം, റൈറ്റ്. ഇനി
ഇവിടെ കോസ് ഫൈ ആയതുകൊണ്ട് സൈൻ ഫൈ ഇവിടെ എൻ്റർ ചെയ്യണം, റൈറ്റ്. സോ ഇവിടെ സൈൻ ഫൈ വന്നു കഴിഞ്ഞാൽ ഇവിടെയും സൈൻ ഫൈ ആയിരിക്കും. ബാലൻസ് ഉള്ളത് 0. അപ്പം ഇങ്ങനെ ഈ രീതിയിൽ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് കാർട്ടീഷ്യൻ, അതായത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് തന്നിട്ട് തന്നെ സിലിണ്ടറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയുമ്പം സിലിണ്ടറിക്കൽ നമുക്കറിയാം AR എന്ന് പറയുന്നത് AX കോസ് ഫൈ പ്ലസ് AY സൈൻ ഫൈ പ്ലസ് AZ 0 എന്നാണ് വരുത്തേണ്ടത്. സിമിലർലി A5 എന്ന് പറയുമ്പം AX സൈൻ ഫൈ പ്ലസ് AY കോസ് ഫൈ പ്ലസ് AZ ഇൻറ്റു 0. അപ്പം ഇതിൻ്റെ കോയിഫിഷ്യൻസ് XYZ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ വാല്യൂ തരുമ്പോൾ അതിൻ്റെ കോയിഫിഷ്യൻസ് ആണ് ഈ AXൻ്റെ അവിടെ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യേണ്ടത്. ഇതിൻ്റെ പ്രോബ്ലംസ് എൻ്റെ മുമ്പിലുള്ള ട്യൂട്ടോറിയലിനകത്ത് ഇത് വെച്ച് എങ്ങനെ ചെയ്യും എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സോ കാർട്ടീഷ്യൻ ടു സിലിണ്ടറിക്കൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നോക്കേണ്ടത് സ്പിറിക്കൽ ടു സിലിണ്ടറിക്കലാണ്. സ്പിറിക്കൽ ടു സിലിണ്ടറിക്കൽ ഇത് എഴുതുന്നതിൽ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ എഴുതിയ കാർട്ടീഷ്യൻ ടു സിലിണ്ടറിക്കൽ ആയതുകൊണ്ട് Y അല്ലെങ്കിൽ വെർട്ടിക്കൽ ആക്സിസിൽ കാർട്ടീഷ്യനാണ് എഴുതിയത്. ഇവിടെ വെർട്ടിക്കൽ ആക്സിസിൽ എഴുതുന്നത് സിലിണ്ടറിക്കലാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. ഇത് മാത്രമാണ് ഒരു വ്യത്യാസമായിട്ട് വരുത്തുന്നത്. സോ ഇവിടെ നമ്മൾ സിലിണ്ടറിക്കലാണ് ഇതിൽ എഴുതുന്നത്, അതായത് AR FI സിമിലർലി AZ. ഇവിടെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കണം, നമ്മൾ സ്പിറിക്കൽ കോർഡിനേറ്റ്സും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലും കൺവേർഷൻ ചെയ്യുന്ന സമയത്ത് ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി രണ്ടിടത്തും R ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ റോ ആയിട്ട് മാർക്ക് ചെയ്യുകയാണ്. സോ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലുള്ള എലമെൻറ്റ്സ് ഞാൻ ഈ ആക്സിസിൽ എഴുതി. ഇനി സ്പിറിക്കൽ കോർഡിനേറ്റ്സിലുള്ളത് എഴുതാം. സ്പിറിക്കൽ കോർഡിനേറ്റ്സിൽ വരുന്നത് AR A θ A5, റൈറ്റ്. ഇത്ര എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന മാട്രിക്സിൽ നിന്നാണ് നമ്മളിത് ജനറേറ്റ് ചെയ്യുന്നത്. ഞാൻ മുമ്പത്തുള്ള ട്യൂട്ടോറിയൽസിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത കണക്ക് ഇതെല്ലാം ഒരു തവണ മുകളിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യണം. 5ക്ക് പകരം θ ഇടണം. അതായത് 0 0 1 ഒരു തവണ മുകളിലോട്ട് ഷിഫ്റ്റഡായി 0 0 1 ആയി. ഇനി സൈൻ ഫൈ കോസ് ഫൈ 0 എന്ന് പറയുന്നത് സൈൻ θ കോസ് θ 0 ആയിട്ട് വന്നു. ഇനി ഇവിടെ ഉള്ളത് താഴോട്ട് വരും. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് സർക്കുലർ രീതിയിലാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നത് കോസ് θ മൈനസ് സൈൻ θ 0. ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കണം. നെക്സ്റ്റ് 9th വൺ കാർട്ടീഷ്യൻ ടു സ്പിറിക്കൽ. കാർട്ടീഷ്യൻ ടു സ്പിറിക്കൽ. സോ അതിൻ്റെ കേസിൽ എഗെയിൻ വെർട്ടിക്കൽ ആക്സിസിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ് എഴുതേണ്ടത്. ദാറ്റ് ഈസ് AX AY AZ. സിമിലർലി ഹൊറിസോണ്ടൽ ആക്സിസിൽ എഴുതേണ്ടത് സ്പിറിക്കൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. ദാറ്റ് ഈസ് AR A θ A5. സോ ഞാൻ ഇവിടെ മൈനസ് സൈൻ ഫൈ എൻ്റർ ചെയ്യാണ്. അതുകൊണ്ട് ഇവിടെ കോസ് ഫൈ എൻ്റർ ചെയ്തു. സിമിലർലി ഇവിടെയും കോസ് ഫൈ എൻ്റർ ചെയ്തു. ഇവിടെ മൈനസ് സൈൻ ഫൈ എൻ്റർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ തൊട്ട് താഴെ കോസ് ഫൈ എൻ്റർ ചെയ്തു. സോ കോസ് ഫൈ ആണ് എൻ്റർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ സൈൻ ഫൈയും ഇവിടെയും സൈൻ ഫൈ വന്നു, റൈറ്റ്. സോ ഇവിടെ കോസ് ഫൈ ഉള്ളതുകൊണ്ട് ഞാൻ സൈൻ θ ഇവിടെ എൻ്റർ ചെയ്യാണ്. അത് തന്നെയാണ് ഞാൻ താഴോട്ടും എടുത്തെഴുതുന്നത് സൈൻ θ. നെക്സ്റ്റ് ഈ ആക്സിസിൽ ഞാൻ കോസ് θ എൻ്റർ ചെയ്യാണ്. സിമിലർലി ഇവിടെയും കോസ് θ. സോ നമുക്കതൊന്ന് ബ്രാക്കറ്റ്സ് ഇട്ട് എഴുതി പോകാം, റൈറ്റ്. ഇനി താഴോട്ടുള്ള കോളം നമ്മൾ നോക്കുമ്പം ഇവിടെ 2 സൈൻ θ ആയതുകൊണ്ട് ഞാൻ ഇവിടെ കോസ് θ എൻ്റർ ചെയ്തു. ഇനി ഇവിടെ കോസ് θ ആയതുകൊണ്ട് ഞാൻ സൈൻ θ എൻ്റർ ചെയ്യുന്നു. നമ്മൾ സൈൻ വരുന്ന സമയങ്ങളിൽ എപ്പോഴും മൈനസ് സൈൻ യൂസ് ചെയ്യണം. ഇവിടെ 0 എൻ്റർ ചെയ്തു. ഈ ടേബിൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ ടു സിലിണ്ടറിക്കൽ മാത്രമല്ല, സിലിണ്ടറിക്കൽ ടു കാർട്ടീഷ്യൻ വന്നാലും സിലിണ്ടറിക്കൽ ടു സ്പിറിക്കൽ വന്നാലും സ്പിറിക്കൽ ടു കാർട്ടീഷ്യൻ ആണെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. എക്സാമ്പിൾ കാർട്ടീഷ്യൻ ടു സ്പിറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ AR നമ്മൾ ചെക്ക് ചെയ്യുമ്പം കാർട്ടീഷ്യനിലെ X കമ്പോണൻറ്റ് Y കമ്പോണൻറ്റ് Z കമ്പോണൻ്റാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. സോ AR ഈക്വൽ ടു ഫസ്റ്റ് കാർട്ടീഷ്യൻ്റെ X കമ്പോണൻറ്റ് ഇൻറ്റു കോസ് ഫൈ സൈൻ θ പ്ലസ് കാർട്ടീഷ്യൻ്റെ Y കമ്പോണൻറ്റ് ഇൻറ്റു സൈൻ ഫൈ സൈൻ θ പ്ലസ് കാർട്ടീഷ്യൻ്റെ Z കമ്പോണൻറ്റ് ഇൻറ്റു കോസ് θ ആണ് ചെയ്യുന്നത്. ഈ കോസ് θ എല്ലാം തന്നെ മുമ്പിലുള്ള ഈ ടേബിൾസ് എന്ന വഴിയാണ് ജനറേറ്റ് ചെയ്ത് വരുന്നത്. 10th വൺ എന്ന് പറയുന്നത് ഡൈവേർജൻസ് തിയറം ആണ്. ഡൈവേർജൻസ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് സർഫസ് ഇൻ്റഗ്രൽ, റൈറ്റ്. സർഫസ് ഇൻ്റഗ്രൽ F.ds. ഇത് പ്രത്യേകം ഓർക്കേണ്ടത് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രലാണ്. ഈ സർക്കുലർ ഫോർമാറ്റിൽ തന്നെ വരണം. ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ ഒരു സർഫസിൽ തുടങ്ങി അതേ പോയിന്റിൽ തന്നെ തിരിച്ചു വരണം. സോ എങ്കിൽ മാത്രമേ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ആവത്തുള്ളൂ. സോ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ F.ds ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ ഓഫ് del.f dv, റൈറ്റ്. സോ ഇപ്പോൾ ഇവിടെ ഡൈവർജൻസ് വന്നു കഴിഞ്ഞു. ഡെൽ ഡോട്ട് എന്ന് പറയുന്നതാണ് ഡൈവർജൻസ്. ഡൈവർജൻസ് സാധാരണ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാണെങ്കിൽ ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് അതിൽ ഓരോ കമ്പോണൻ്റ് ആണ്. ദാറ്റ് മീൻസ് ഈ ഫോമിൽ എഴുതിയാൽ മതിയാവും.
ഇനി ഫസ്റ്റ് കമ്പോണൻറ്റ് എഫ് എക്സ്, സെക്കൻഡ് കമ്പോണൻറ്റ് എഫ് വൈ, തേർഡ് കമ്പോണൻറ്റ് എഫ് ഇസെഡ്. നെക്സ്റ്റ് 12th വൺ ഡൈവർജൻസ് അല്ലെങ്കിൽ ഡൈവർജൻസ് ഫംഗ്ഷൻ ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആണ്. സോ ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലെ ഡിഫറൻഷ്യൽ ലെൻസ് നമുക്കൊന്നുകൂടെ റിക്കലക്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഡി ആർ, ആർ ഡി ഫൈ, സിമിലർലി ഡി ഇസെഡ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 1/r ഡോ ബൈ ഡോ ആർ ഇൻറ്റു ആർ എഫ് ഓഫ് ആർ, റൈറ്റ്, പ്ലസ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 1/r ഇൻറ്റു ഡോ ബൈ ഡോ ഫൈ എഫ് ഫൈ, ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് എഫ് ഇസെഡ്. ഇത് ഓർത്തിരിക്കാൻ എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറും ക്യാൻസൽ ആവുമെന്ന് അസ്യൂം ചെയ്യുക. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് ഡോ ബൈ ഡോ ആർ ഓഫ് എഫ് ആർ എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ഇവിടുത്തെ കേസ് നോക്കുക, ആർ ഡി ഫൈ ആണ്. സോ അതുകൊണ്ട് തന്നെ ഡിനോമിനേറ്റർ സൈഡിൽ 6 വരും, 5 വരുന്ന ടൈമിൽ, അതായത് ഡോ ബൈ ഡോ ഫൈ വരുമ്പോൾ 6 ഡിനോമിനേറ്റർ സൈഡിൽ കാണും. ഇനി നെക്സ്റ്റ് വൺ ഇസെഡിൻ്റെ കേസിൽ ഒന്നുമില്ല, അത് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് എഫ് ഇസെഡ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും, റൈറ്റ്. ഇനി 13th വൺ ഡൈവർജൻസ് ഇൻ സ്പിറിക്കൽ കോർഡിനേറ്റ്സ്, റൈറ്റ്. സ്പിറിക്കൽ കോർഡിനേറ്റ്സിൽ എഗെയിൻ നമുക്ക് ആ സ്പിറിക്കൽ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻഷ്യൽ ലെൻസ് നമുക്കൊന്ന് റിക്കളക്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഡി ആർ, ആർ ഡി തീറ്റ, സിമിലർലി ആർ സൈൻ തീറ്റ ഡി ഫൈ. ഈ ഒരു കൺസെപ്റ്റിൽ നമുക്കത് ബിൽഡപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു 1/r². 1/r² വരുന്നുണ്ട്. ഇവിടെ ഞാൻ എന്തുകൊണ്ട് ചെയ്യേണ്ടി വരും? r² കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സോ r² എഫ് ആർ, റൈറ്റ്. അപ്പോൾ ഇൻ എഫക്റ്റ് ഡി ആർ മാത്രമേ ഡിനോമിനേറ്റർ സൈഡിൽ കാണത്തുള്ളൂ. പ്ലസ് നെക്സ്റ്റ് 1/r സൈൻ തീറ്റ. ഞാൻ ഇവിടെ ആർ ഡി തീറ്റയാണുള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ സൈൻ തീറ്റയുടെ ആവശ്യം വരുന്നില്ല. സോ ഡോ ബൈ ഡോ തീറ്റ ഓഫ് സൈൻ തീറ്റ എഫ് തീറ്റ, റൈറ്റ്. പ്ലസ് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റ ഡി ഫൈ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/r സൈൻ തീറ്റ. ഇനി ന്യൂമറേറ്റർ സൈഡിൽ ഒന്നിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. ഡോ ബൈ ഡോ ഫൈ ഓഫ് എഫ് ഫൈ, റൈറ്റ്. ഇത് സ്പിറിക്കൽ. സിമിലർലി ഇത് സിലിണ്ടറിക്കൽ. ഇനി അടുത്ത നമ്മൾ ഓർത്തിരിക്കേണ്ടത് സോളിനോയിഡൽ ആവേണ്ട ഫംഗ്ഷനാണ്. ഡെൽ ഡോട്ട് എ ഈക്വൽ ടു 0 ആണെങ്കിൽ സോളിനോയിഡൽ, ഡെൽ ഡോട്ട് എ ഈക്വൽ ടു 0 ആണെങ്കിൽ സോളിനോയിഡൽ. നെക്സ്റ്റ് 15th വൺ ഗ്രേഡിയൻ്റ് ആണ്, അല്ലെങ്കിൽ ഡെല്ലാണ് നമ്മൾ എന്താണെന്ന് ചെക്ക് ചെയ്യുന്നത്. സോ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ഫംഗ്ഷനെ വെക്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ബേസിക്കലി ഗ്രേഡിയൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് എ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് എ വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് എ ഇസെഡ്, റൈറ്റ്. നെക്സ്റ്റ് നമുക്ക് ഗ്രേഡിയൻ്റ് ഇൻ 3 കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഉള്ള മാർക്ക് ചെയ്യാണ്. അത് വളരെ എളുപ്പമായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് നേരത്തെ പറഞ്ഞു സ്കെയിലറിനെ വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സോ എ എക്സ്, എ വൈ, എ ഇസെഡ് കമ്പോണൻസ് വരുമെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, റൈറ്റ്. എ വൈ, സിമിലർലി എ ഇസെഡ്. ഡൈവർജൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ യൂണിറ്റ് വെക്ടേഴ്സ് ആഡഡ് അപ്പ് ആയിരിക്കും. സിമിലർലി 17th വൺ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലേക്കുള്ളതാണ്. ഡെൽ ഡബ്ല്യു അല്ലെങ്കിൽ ഗ്രാഡിയൻ്റ് ഓഫ് ഡബ്ല്യു ഈക്വൽ ടു ഡോ ബൈ, ഇവിടുത്തെ ഓർത്തിരുന്നാൽ മതി ഡി ആർ, ആർ ഡി ഫൈ ഡി ഇസെഡ് ആണെന്ന് പറഞ്ഞു. ഇവിടെ വേറെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ടേംസും ഇല്ല. റൈറ്റ്ലി അതുപോലെ തന്നെ എഴുതിയാൽ മതിയാവും. ദാറ്റ് ഈസ് അടുത്ത ടേം എന്ന് പറയുന്നത് 1/r, റൈറ്റ്. ഇവിടെ ഡിഫറൻഷ്യൽ ലെന്ത് 1r ഡി ഫൈ ആണ്. സോ ഡിനോമിനേറ്റർ സൈഡിൽ അത് തന്നെ വരും, ഡബ്ല്യു എ ഫൈ, റൈറ്റ്. സിമിലർലി ലാസ്റ്റ് വൺ വെറും ഇസെഡ് മാത്രമേ ഉള്ളൂ. സോ ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് ഡബ്ല്യു എ ഇസെഡ്. ഇത് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് സിലിണ്ടറിക്കലാണ്. നെക്സ്റ്റ് 18th വൺ സ്പിറിക്കലാണ്. സ്പിറിക്കലിലും ഈ ഒരു കൺസെപ്റ്റോടുകൂടി തന്നെ ചെയ്താൽ മതിയാവും. സ്പിറിക്കലിൽ 6 മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വൺ ഒരു വ്യത്യാസവും കാണത്തില്ല. ഡോ ബൈ ഡോ ആർ ഓഫ് ഡബ്ല്യു എ ആർ പ്ലസ് നെക്സ്റ്റ് വണ്ണിൽ ആർ ഡി തീറ്റയാണ്. സോ 1/r ഡോ ബൈ ഡോ തീറ്റ ഓഫ് ഡബ്ല്യു എ തീറ്റ പ്ലസ് നെക്സ്റ്റ് വൺ ആർ സൈൻ തീറ്റയാണ്. സോ 1/r സൈൻ തീറ്റ ഡോ ബൈ ഡോ ഫൈ ഡബ്ല്യു എ ഇസെഡ് സ്പിറിക്കൽ, റൈറ്റ്. നെക്സ്റ്റ് 19th വണ്ണാണ്. അത് കേളാണ്, റൊട്ടേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മാർക്ക് ചെയ്യാം. ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു എ എക്സ്, എ വൈ, എ ഇസെഡ്, റൈറ്റ്. ഡോ ബൈ ഡോ എക്സ്, പിന്നെ ഈച്ച് ഫങ്ഷൻസ് ആഡ് ചെയ്താൽ മതി. ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസെഡ്, ഇത് എ ഇസെഡ് ആണ്, റൈറ്റ്. നെക്സ്റ്റ് എഫ് എക്സ്, എഫ് വൈ, സിമിലർലി എഫ് ഇസെഡ്. ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാവുമ്പോൾ.
നെക്സ്റ്റ് നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ ചെക്ക് ചെയ്യാം. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ ഡെൽ ക്രോസ് എഫ് മാർക്ക് ചെയ്യാൻ വേണ്ടി അഗെയിൻ ആ ഡിഫറൻഷ്യൽ ലെൻസ് ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. DR RD5 DZ സിലിണ്ടറിക്കലിൽ, റൈറ്റ്. സോ ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു AR നെക്സ്റ്റ് R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അത് പ്രത്യേകം ഓർത്തിരിക്കണം. RA5 നെക്സ്റ്റ് AZ. 3 ഡിഫറൻഷ്യൽ ലെൻസ്, ഇവിടെയും യൂണിറ്റ് വെക്ടർ ആയിരുന്നു, സോ അത് മാർക്ക് ചെയ്യണം. നെക്സ്റ്റ് കറസ്പോണ്ടിംഗ്ലി എൻ്റർ ചെയ്യണം. ഇവിടെ RD5 എന്നുണ്ട്, സോ അതുകൊണ്ട് തന്നെ 1/R ഇവിടെ പ്ലേസ് ചെയ്യണം. നെക്സ്റ്റ് ഡോ ബൈ ഡോ ആർ, ഡോ ബൈ ഡോ ഫൈ, ഡോ ബൈ ഡോ ഇസെഡ്. നെക്സ്റ്റ് ഇതിൽ ഓരോ കമ്പോണൻറ്റ്സ്, അതായത് FR, നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് വരുന്നത് RFI ആൻഡ് സിമിലർലി നെക്സ്റ്റ് വരുന്നത് FZ, റൈറ്റ്. ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് സ്പിറിക്കൽ ചെക്ക് ചെയ്യാം. സോ 21st സ്പിറിക്കൽ ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു അഗെയിൻ ഇവിടുത്തെ ഡിഫറൻഷ്യൽ ലെൻസ് നമുക്ക് എഴുതാം. ഡിഫറൻഷ്യൽ ലെൻസും വളരെ സിമിലറാണ്, ഐഡൻറ്റിക്കലാണ്. DR നെക്സ്റ്റ് വരുന്ന RD5 വരും, RD θ വരും. ഇവിടെ മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നത്, R sin θ D5, റൈറ്റ്. സോ ഡിറ്റർമിനൻ്റ് ഔട്ട്സൈഡായിട്ട് ഈ 3 മൾട്ടിപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് 1/R ഇൻറ്റു 1/R sin θ. സോ 1/R² sin θ. നെക്സ്റ്റ് ഓരോ കമ്പോണൻറ്റ്സ് എഴുതിയാൽ മതിയാവും. AR നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് വരുന്ന RA θ, നെക്സ്റ്റ് R sin θ A5. അത് കഴിഞ്ഞ് ഡിഫറൻഷ്യൽ എലമെൻറ്റ്സ്, ദാറ്റ് ഈസ് ഡോ ബൈ ഡോ ആർ, ഡോ ബൈ ഡോ തീറ്റ, സിമിലർലി ഡോ ബൈ ഡോ ഫൈ. അത് കഴിഞ്ഞിട്ട് ഓരോ എലമെൻറ്റ്സ്, അതായത് FR, RF തീറ്റ, അത് കഴിഞ്ഞിട്ട് R sin തീറ്റ FI. ഇത് സ്പിറിക്കൽ. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമായിരുന്നു സ്റ്റോക്സ് തിയറം. സോ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് F ഡോട്ട് DL, എഗെയിൻ ഓർക്കുക, ഇത് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രലാണ്. അതായത് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ സർഫസ് ഇൻ്റഗ്രലുമായിട്ട് റിലേറ്റ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞു പോകുന്നത്. സോ ദാറ്റ് ഈസ് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ F ഡോട്ട് DL ഈക്വൽ ടു ഡെൽ ക്രോസ് F ഡോട്ട് DS, റൈറ്റ്. സോ ഇതായിരുന്നു സ്റ്റോക്സ് തിയറം. നെക്സ്റ്റ് നമുക്ക് ലാപ്ലേഷ്യൻ ചെക്ക് ചെയ്യാം. അത് ഡെൽ സ്ക്വയർ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡെൽ സ്ക്വയർ V ഈക്വൽ ടു കാർട്ടീഷ്യനിലുള്ള ഞാൻ എടുക്കുകയാണ്, ഡോ സ്ക്വയർ V ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ V ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ V ബൈ ഡോ ഇസെഡ് സ്ക്വയർ ആണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലെ ലാപ്ലേഷ്യൻ. സിമിലർലി സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ ഫസ്റ്റ് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ഡെൽ സ്ക്വയർ V ഇൻ സിലിണ്ടറിക്കൽ ഈക്വൽ ടു എഗെയിൻ ഡിഫറൻഷ്യൽ ലെൻസ് നമുക്ക് മാർക്ക് ചെയ്യാം. DR RD5 DZ. ഇത് സിലിണ്ടറിക്കൽ. സ്പിറിക്കലാകുമ്പോഴോ സെയിം തന്നെയായിരുന്നു. DR നെക്സ്റ്റ് RD5 ഒരു RD തീറ്റ, അത് കഴിഞ്ഞിട്ട് R sin തീറ്റ D5. സോ ഡെൽ സ്ക്വയർ V ഈക്വൽ ടു 1/R, 1/R വരുന്നതുകൊണ്ട് ആദ്യത്തെ ടൈമിൽ ഇല്ല, ആ കാര്യം ഓർത്തിരിക്കുക. ഡോ ബൈ ഡോ ആർ ഓഫ് R ഇൻറ്റു ഡോ V ബൈ ഡോ ആർ. ഇത് 2 തവണ ഡിഫറൻസിയേഷൻ വരുന്നതാണ്. സോ അതുകൊണ്ടാണ് ഈ ഫോമിൽ ഡിനോട്ട് ചെയ്യുന്നത്. എനിവേ ഈ ഫോമിൽ നിങ്ങൾക്ക് വരും. പ്ലസ് നെക്സ്റ്റ് വണ്ണിൽ 1/R² ഡോ സ്ക്വയർ V ബൈ ഡോ ഫൈ സ്ക്വയർ, റൈറ്റ്. പ്ലസ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ V ബൈ ഡോ ഇസെഡ് സ്ക്വയർ. നെക്സ്റ്റ് വൺ സ്പിറിക്കൽ കോർഡിനേറ്റ്സിലുള്ളതാണ്. ഡെൽ സ്ക്വയർ V ഈക്വൽ ടു 1/R², 2 തവണ ഡിഫറൻസിയേഷൻ വരുന്നതുകൊണ്ടാണ് R² ആയിട്ട് വരുന്നത്. 1/R² ഡോ ബൈ ഡോ ആർ ഓഫ് R² ഡോ V ബൈ ഡോ ആർ, പ്ലസ് നെക്സ്റ്റ് 1/R² sin തീറ്റ ഡോ ബൈ ഡോ തീറ്റ ഓഫ് sin തീറ്റ ഡോ V ബൈ ഡോ തീറ്റ, പ്ലസ് 1/R² sin സ്ക്വയർ തീറ്റ ഡോ സ്ക്വയർ V ബൈ ഡോ ഫൈ സ്ക്വയർ. സിമിലർലി 26 എന്ന് പറഞ്ഞ് ഡെൽ സ്ക്വയർ V ഈക്വൽ ടു 0 എന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹാർമോണിക് ആയിട്ടുള്ളൊരു ഫീൽഡിനെയാണ് കറസ്പോണ്ട് ചെയ്യുന്നത്. ഇനി ലാപ്ലേഷ്യനിലെ ഈ പറഞ്ഞ കാർട്ടീഷ്യൻ അല്ലാതെ സിലിണ്ടറിക്കലോ സ്പിറിക്കലോ വരാനുള്ള സാധ്യത ആൾമോസ്റ്റ് നില്ലാണ്, റൈറ്റ്. 24th 25th നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ബാലൻസ് ഉള്ളതിലൊക്കെ തന്നെ സഫീഷ്യൻ്റായിട്ട് വരാറുള്ളൂ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ഇടുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തോട്ടും കയറി പോകാൻ സാധ്യതയുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതിലേക്ക് എൻ്റർ ആകാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ എക്സ്പ്രഷനാണ്. അത് കൂളംബ്സ് ലോ വഴിയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിൻറ്റ് ചാർജസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അത് വെക്ടറാണ്. സോ അതുകൊണ്ട് തന്നെ 1/4πε0 Q1 Q2, ആ 2 പോയിൻറ്റ് ചാർജസിൻ്റെ ചാർജസ് ആണ് Q1 Q2. തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R12.
റൈറ്റ് R12 സ്ക്വയർ ഇൻറ്റു A12. A12 എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറും ആയിരിക്കും. യൂണിറ്റ് വെക്ടർ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി വെക്ടർ ബൈ മാഗ്നിറ്റ്യൂഡാണ് ചെയ്യേണ്ടിയിരുന്നത്. നെക്സ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടേതാണ്. ഫോഴ്സ് ബൈ ചാർജ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒബ്റ്റെയിൻ ചെയ്യും. ദാറ്റ് ഈസ് ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ ഒരു ചാർജ് കുറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. റൈറ്റ്, ദാറ്റ് ഈസ് 1/4πε0 Q1 by R1 സ്ക്വയർ ഇൻറ്റു ആ യൂണിറ്റ് വെക്ടർ ദാറ്റ് ഈസ് A1. റൈറ്റ്, നെക്സ്റ്റ് 1/4πε0 ടിപ്പിക്കൽ വാല്യൂ ആണ് ഞാൻ നെക്സ്റ്റ് മാർക്ക് ചെയ്യുന്നത്. 1/4πε0 ഈക്വൽ ടു 9 × 10⁹9. 9 × 10⁹9. സിമിലർലി നെക്സ്റ്റ് 29th ലൈൻ ചാർജ് ആണ് തരുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട ടോട്ടൽ ചാർജിൻ്റെ എക്സ്പ്രഷനാണ്. ലൈൻ ചാർജ് ഡെൻസിറ്റിയാണ് തരുന്നതെങ്കിൽ റൈറ്റ്, ദാറ്റ് ഈസ് ലൈൻ ഇൻറ്റഗ്രൽ ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ ലൈൻ ചാർജ് ഡെൻസിറ്റി DL. റൈറ്റ്, ഒരു പർട്ടിക്കുലർ ലൈനിന് ചുറ്റുമായിട്ട് ലൈൻ ചാർജ് ഡെൻസിറ്റി ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് ചാർജായിട്ട് വരുന്നത്. സോ ഐഡൻറ്റിക്കൽ എക്സ്പ്രഷനാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി തന്നിട്ട് ചാർജ് ഇവാലുവേറ്റ് ചെയ്യാൻ വരുമ്പോഴും. റൈറ്റ്, അപ്പോൾ അവിടെ സർഫസ് ഇൻറ്റഗ്രലാണ് ചെയ്യേണ്ടത്. സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ് ρS. സിമിലർലി നെക്സ്റ്റ് വൺ വോളിയം ചാർജ് ഡെൻസിറ്റി തരുന്നുണ്ടെങ്കിൽ അവിടെ വോളിയം ഇൻറ്റഗ്രലാണ് ചെയ്യേണ്ടത് ρV dV. ഇതിലൊരു കാര്യം ഓർക്കണം, വോളിയം ഇൻറ്റഗ്രൽ ആകുമ്പോൾ ട്രിപ്പിൾ ഇൻറ്റഗ്രലാണ് വരുന്നത്. സിമിലർലി സർഫസ് ഇൻറ്റഗ്രൽ ആണെങ്കിൽ ഡബിൾ ഇൻറ്റഗ്രലായിരിക്കും വരുന്നത്. നെക്സ്റ്റ് 32 ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ലൈൻ ചാർജ് ആണ്. റൈറ്റ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ലൈൻ ചാർജ് അത് ഇൻഫിനിറ്റ് ലൈൻ ചാർജ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് ρL dL ബൈ 4πε0 R സ്ക്വയർ AR. സിമിലർലി 33 ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു സർഫസ് ചാർജ് ആണെങ്കിൽ ദാറ്റ് ഈസ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ρS ds ബൈ 4πε0 R സ്ക്വയർ AR. സിമിലർ എക്സ്പ്രഷനാണ് വോളിയം ചാർജ് ഡെൻസിറ്റി തന്നിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ വോളിയം ഇൻറ്റഗ്രൽ ഓഫ് ρV dV ബൈ 4πε0 R സ്ക്വയർ AR. നെക്സ്റ്റ് 35th വൺ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് ലൈൻ ചാർജ് ആണ്. അതിൻ്റെ എക്സ്പ്രഷൻ ρL ബൈ 2πε0 R AR. AR എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് വോൾട്ട് പെർ മീറ്ററുമാണ്. സിമിലർലി നെക്സ്റ്റ് വൺ, ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജ്. റൈറ്റ്, ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജ് ഓഫർ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ρS ബൈ 2ε0 ഇൻറ്റു ആ നോർമൽ വെക്ടർ A നോർമൽ. ρS എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റിയുമാണ്. നെക്സ്റ്റ് നമുക്ക് 37th വൺ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ ചെക്ക് ചെയ്യാം. ഫ്ലക്സ് ബൈ സർഫസ് ഏരിയ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി കിട്ടും. സിമിലർലി ഈ എക്സ്പ്രഷൻ തന്നെ പോയിന്റ് ചാർജ് വെച്ചുകൊണ്ടുള്ളതും കൂടെ ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് Q ഡിവൈഡഡ് ബൈ 4πR സ്ക്വയർ AR. AR എന്ന് പറയുന്നത് ആ നോർമൽ വെക്ടറും ആയിരിക്കും. ഇനി ഇത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ ε0 E ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. D = ε0 E. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനും കൂടെയാണ്. പ്രത്യേകിച്ച് ഇത് ഫ്രീ സ്പേസിനാകുമ്പോൾ ε0 E ആയി, അല്ലെങ്കിൽ ε E ആണ്. എന്ന് പറയുന്നത് അഗെയിൻ ε0 εr ആയിട്ടും റിലേറ്റ് ചെയ്തു. നെക്സ്റ്റ് 38th വൺ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഡ്യൂ ടു എ ലൈൻ ചാർജ് ആണ്. ദാറ്റ് ഈസ് ρL ബൈ 2πR AR. സിമിലർലി 39th വൺ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഡ്യൂ ടു എ സർഫസ് ചാർജ്. റൈറ്റ്, ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് സർഫസ് ചാർജിൻ്റെയാണ്. ദാറ്റ് ഈസ് ρS ബൈ 2A നോർമൽ. നെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഗോസസ് ലോയുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നതാണ്. ദാറ്റ് ഈസ് ഫ്ലക്സ് ആണ് ഗോസസ് ലോയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന. ഫ്ലക്സ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് ആണ്. ദാറ്റ് ഈസ് ഫ്ലക്സ് ഈക്വൽ ടു ചാർജ് ഈക്വൽ ടു സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് D.ds ഈക്വൽ ടു, ഇവിടെ പ്രത്യേകം ഓർക്കുക, ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് D.ds ഈക്വൽ ടു വോളിയം ഇൻറ്റഗ്രൽ ഓഫ് ρV dV. റൈറ്റ്, നെക്സ്റ്റ് 41 എന്ന് പറയുന്നത് ഗോസസ് ലോ ഡിഫറൻഷ്യൽ ഫോമിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ del.D ഈക്വൽ ടു വോളിയം ചാർജ് ഡെൻസിറ്റി. del.D ഈക്വൽ ടു ρV. ഗോസസ് ലോ നമ്മൾ കോമൺലി ഡിനോട്ട് ചെയ്യുന്ന ഈ ഫോമിലാണ് തന്നെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എക്സ്പ്രഷനെ വോളിയം ഇൻറ്റഗ്രൽ ഓഫ് ρV dVനെ വോളിയം ഇൻറ്റഗ്രൽ ഓഫ് ρVക്ക് del.D എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാറുണ്ട്. സോ ഈ രീതിയിലും ഇത് ഡിനോട്ട് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് 42 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ എക്സ്പ്രഷനാണ്. VAB ഈക്വൽ ടു
ഇൻ്റഗ്രൽ മൈനസ് ഇൻ്റഗ്രൽ ബി ടു എ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് ഇ ഡോട്ട് ഡി എൽ. റൈറ്റ്. സോ ഈ എക്സ്പ്രഷൻ തന്നെ ചാർജുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ക്യൂ ബൈ 4πε0 1/RA മൈനസ് 1/RB ആയിട്ടും ഡിനോട്ട് ചെയ്യാം. RA യും RB എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്നുണ്ടായിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. RA സിമിലർലി RB എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്നുണ്ടാക്കിയിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. സോ അതിൻ്റെ 1/RA യും സിമിലർലി അല്ലെങ്കിൽ 1/RB ആണ് ഇവിടെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറ്റി പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ ചെക്ക് ചെയ്യാം. പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എ ഈസ് ഗിവൺ ബൈ 1/4πε0 Q/RA. റൈറ്റ്. അഗെയിൻ RA നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് ഒറിജിനിൽ നിന്ന് എത്ര ദൂരം മാറിയാണ് എ എന്ന് പറയുന്ന പോയിന്റ് ചാർജ് ഇരിക്കുന്നു, അല്ലെങ്കിൽ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ചാർജ് എത്ര ഡിസ്റ്റൻസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് 44 ആണ്. അത് കൺസർവേറ്റീവ് ഫീൽഡിൻ്റെ എക്സ്പ്രഷനാണ്. ദാറ്റ് ഈസ് ക്ലോസ്ഡ് പാത്ത് ഓഫ് ഇ ഡോട്ട് ഡി എൽ. റൈറ്റ്. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0 ആണെങ്കിൽ അത് കൺസർവേറ്റീവ് ഫീൽഡിനെ കറസ്പോണ്ട് ചെയ്യും. അതായത് വർക്ക് ഡൺ ഇൻ മൂവിങ് എ പോയിന്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ എന്ന് പറയുന്നത് 0 ആയിട്ട് വരുന്ന ഫീൽഡാണ് കൺസർവേറ്റീവ് ഫീൽഡ്. സോ നെക്സ്റ്റ് നേരത്തെ നമ്മൾ കണ്ട എക്സ്പ്രഷൻ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽ വി ആയിട്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഗ്രാഡിയൻറ്റ് ഓഫ് വി ആയിട്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇതിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് ഡയറക്ഷനുണ്ട്. സോ ഇ ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽ വി. നെക്സ്റ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും സിമിലർലി മാക്സ്വെൽസിൻ്റെ ഇക്വേഷൻ വരുന്നതും ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷനും കൂടെ റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ അടുത്തൊരു വീഡിയോ ട്യൂട്ടോറിയലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതും ചെക്ക് ചെയ്ത് നോക്കുക. സോ ഓക്കെ, താങ്ക് യു.